പത്തനംതിട്ടയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് ദലിത് കുടുംബത്തെ. PRDS പ്രവർത്തകരാണ് ആക്രമണത്തിന് ഇരയായവർ. SC/ST കമ്മീഷന് പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. വിവാഹം കഴിഞ്ഞ് മടങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 7 അംഗ സംഘത്തെയാണ് ഇന്നലെ രാത്രി പോലീസ് മർദ്ദിച്ചത്. ഒരു പ്രകോപനം കേട്ടാ ഒരു കണ്ടി പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലാത്തി എടുത്ത് അങ്ങ് അഴിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, ഇത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. എന്റെ വൈഫുണ്ട് കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി. ഞങ്ങൾ ഓടിപ്പോയി അങ്ങ് വീണ്. ഞാനും അവിടെ കൂടെ വീണപ്പത്തെ ഇങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരിക. ഞങ്ങൾ എന്റെ തലക്കിലടിച്ച് വൈഫിനെ കൈക്കിലടിച്ച് അവളുടെ കൈ എന്റെ പൊട്ടലുണ്ട്, ഷോളിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ അന്നാ അവിടെ അടി കൊണ്ട് കടങ്ങ് തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ. നന്ദുഷ, എന്താണ് ഈ കേസിൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ? നിഷാദ്, കഴിഞ്ഞ ദിവസം 11 മണിയോടുകൂടിയാണ് പത്തനംതിട്ട ടൗണിലെ അമ്പാൻ മേൽപ്പാലത്തിന് സമീപം വെച്ച് ഈ കടൂരിൽ നിന്ന് കല്യാണ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് മടങ്ങിയ കോട്ടയം സ്വദേശികളായ കുടുംബത്തെ പോലീസ് ആക്രമിക്കുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഈ കുടുംബം കാർ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ജീപ്പ് കൊണ്ടു നിർത്തി പോലീസ് കുതിരെ തല്ലുകയായിരുന്നു എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അതിലൊരാൾക്ക് തലയ്ക്ക് പൊട്ടലേറ്റു. അത് മാത്രമല്ല, ഈ ഓടിച്ചിട്ട് തല്ലിയത് കൊണ്ട് തന്നെ ഈ ഓടിയതിന്റെ ഒരാഘാതത്തിൽ മറിഞ്ഞു വീണ് തോളലിന് പൊട്ടലേറ്റ ആളുകളുണ്ട്. സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വ്യാപകമായ, വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഈ കുടുംബത്തിന് നേരെ അയച്ചുവിട്ടത്. അതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഈ അബാൻ മേൽപ്പാലത്തിന് സമീപമുള്ള ബാറിൽ ഇന്നലെ രാത്രി ഒരു സംഘർഷമുണ്ടായിരുന്നു. ആ അക്രമ സംഘത്തെ തുരത്താനെത്തിയ പോലീസ് ആള് മാറിയാണ് ഈ കുടുംബത്തെ മർദ്ദിച്ചത് എന്ന തരത്തിലായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനാൽ അങ്ങനെയാണെങ്കിൽ പോലും, അത്തരത്തിൽ ആള് മാറിയാണെങ്കിൽ പോലും ഒരു കുടുംബത്തിന് നേരെ അവരെന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് കാര്യം പോലും തിരക്കാതെ അവരെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലയിലെ പല രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. അതോടൊപ്പം ഈ കാര്യത്തിൽ ഇവർ ദളിത് കുടുംബമാണ്. ഇവർ PRDSന്റെ പ്രവർത്തകരാണ്, സജീവ പ്രവർത്തകരാണ്. അവരെയാണ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ SC/ST കമ്മീഷന് പരാതി നൽകാനും ഈ ആക്രമണത്തിനിരയായ കുടുംബം തയ്യാറെടുക്കുന്നുണ്ട്. നിഷാദ്, അത്തരത്തിലുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനുള്ള ഒരു നടപടി ഒരു തയ്യാറെടുപ്പുമായിട്ടാണ് ഈ കുടുംബം. നിഷാദ്, PRDSന്റെ ഈ എരുമേലി മുണ്ടക്കയം മേഖലയിലെ സജീവ പ്രവർത്തകരാണ് ഈ ശ്രീജിത്തും കുടുംബവും എന്നാണ് അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവർ PRDSന്റെ എല്ലാ പരിപാടികളിലും കൃത്യമായി പങ്കെടുക്കുകയും സജീവ പ്രവർത്തകരുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള, അതായത് ദളിതർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ മുൻപ് പലതവണ നിരവധി സമരങ്ങളിൽ, പോലീസിനെതിരെ പോലും നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ശ്രീജിത്ത്. ആ ശ്രീജിത്തിന്റെ തല തന്നെയാണ് ഇന്നലെ പോലീസ് തല്ലി പൊട്ടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം തലയിൽ തുന്നലുണ്ട്. അത്രയ്ക്ക് ക്രൂരമായ ഒരു അടിയാണ് ശ്രീജിത്തിന് തലയിലേറ്റ്, തലയുടെ പിൻഭാഗത്തേറ്റത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവന് വരെ ആപത്തുണ്ടായേക്കാവുന്ന തരത്തിലുള്ള ക്രൂരമർദ്ദനമാണ് ഇന്നലെ ശ്രീജിത്തിനും കുടുംബത്തിനും നേരെ ഉണ്ടായത്. അതുപോലെ പ്രായമായ സ്ത്രീകളെയും കൈക്കുഞ്ഞിനെ കയ്യിലേന്തുന്ന ഒരു സ്ത്രീയെ പോലും പോലീസ് ലാത്തി ഉപയോഗിച്ച് തല്ലുന്ന ഒരു കാഴ്ച കണ്ടു. അതോടൊപ്പം ഈ വനിതാ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതെയാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ പോലീസ്, ഇപ്പം ലാത്തിചാർജ് എന്ന നിലയിൽ അല്ലാതെ തന്നെ ഏതെങ്കിലും രീതിയിൽ പോലീസ് ഇടപെടുമ്പോൾ വനിതാ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന പോലീസ് മാനുവലിന്റെ ചട്ടം പോലും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് നിഷാദ്. അതോടൊപ്പം തന്നെ പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഇന്നലെ SI ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ ഇവരെ മർദ്ദിച്ചതെന്ന് പറയുന്നത്. ജിനുവിനെതിരെ മുൻപും പരാതികൾ ഉയർന്നിട്ടുള്ളതായി ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു +2 വിദ്യാർത്ഥി ജിനുവിനെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തല്ലിയ തരത്തിൽ വാർത്ത പുറത്തു വന്നിരുന്നു. ജിനു +2 വിദ്യാർത്ഥി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ജിനു ചെന്ന് അകാരണമായി ആ വിദ്യാർത്ഥി പ്രകോപിപ്പിക്കുകയും അതിനെ തുടർന്ന് വിദ്യാർത്ഥി ജിനുവിനെ നിലത്തടിച്ചു, എടുത്തു പൊക്കി നിലത്തടിച്ചു എന്നടക്കമുള്ള വാർത്തകൾ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായ ജിനുവിനെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ ഇന്നലെ പോലീസ് മർദ്ദിച്ചത് ഒരു ദലിത് കുടുംബത്തെയാണെന്ന വിവരം പുറത്തു വരുന്നു. വലിയ പ്രതിഷേധം ദലിത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്.